ഹായ് ഡിയേഴ്സ്, പനീർ കൊണ്ട് ഒരു അടിപൊളി റൈസിൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും പിന്നെ കുറച്ച് നെയ്യും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി കിട്ടുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ചെറിയ ജീരകം, പെരിഞ്ജീരകം, തക്കോലം, പിന്നെ ഞാനൊരു ചെറിയ കഷ്ണം പട്ട, ബേ ലീഫ് ഇത്രയും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് റോസ്റ്റായി വരുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇനി നമ്മൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പനീർ മാത്രം നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് കോരി മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള സ്പൈസസ് ഒക്കെ അതിൽ തന്നെ വേണം. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു കുഞ്ഞു തക്കാളിയും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇത്രയും കൂടിയാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് അങ്ങ് മൂപ്പിച്ചെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് മൂത്ത് കിട്ടണം. ഇപ്പോൾ ഇതാ നന്നായിട്ട് പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരുന്ന ബസ്മതി റൈസും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3/4 ഗ്ലാസ് റൈസാണ് എടുത്തിരുന്നത്. അപ്പോൾ അതും കൂടി നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ ഒരു പനീറുണ്ടല്ലോ, അതും ഒന്നിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇത് നമുക്കിനി 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ പനീർ റൈസ് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സപ്പോർട്ട് ചെയ്യണേ. താങ്ക്